ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 ശമൂവേൽ 3:20 നമ്മൾ നോക്കുമ്പോൾ ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇടങ്ങളിലൊക്കെയും ശമൂവേൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അപ്പം ഇവിടെ നമ്മൾ കാണുമ്പോൾ ശമൂവേൽ എന്ന ഒരു പ്രവാചകൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ആ ദേശങ്ങളിലെല്ലാം ഒരു വിശ്വസ്ത പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഒരു വിശ്വസ്ത പ്രവാചകന് ലഭിച്ചു എന്നുള്ളത്. എന്നാൽ അതിൻ്റെ പുറകിലേക്ക് ചിന്തിച്ച് കഴിയുമ്പോൾ ഈ ശമൂവേലിൻ്റെ മാതാവ് ഹന്ന ഒരുപാട് നാളത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ശമൂവേലിനെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാത്തിരിപ്പ് വേളയിൽ ഹന്നയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിന്നു. പ്രതിയോഗി അവളെ എപ്പോഴും വിഷമിപ്പിക്കുകൊണ്ട് അവളെപ്പോഴും വളരെ സങ്കടത്തോടും പ്രയാസത്തോടും കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അനുഭവമൊക്കെ അവളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ദൈവം അവൾക്ക് ഈ നന്മ അല്പം നീട്ടിവെച്ചു. അവളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടിരുന്ന ഈ മകനെന്ന നന്മ അല്പം നീട്ടിവെച്ചത് കൊണ്ട് ഹന്ന ഒരുപാട് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും കരയുവാനും തീരുമാനം എടുക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഹന്ന ഈ മകനെ, എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ ആ മകനെ ഞാൻ ദൈവത്തിന് നിവേദിതമായി നൽകുമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ നീണ്ട കാലങ്ങൾക്ക് ശേഷം ഹന്നയ്ക്ക് ലഭിച്ച ഈ മകനെ ശമൂവേലിന് ദൈവത്തിന് വേണ്ടി ഹന്ന നിവേദനമായി കൊടുത്തു. അങ്ങനെ ആ ദേശത്തിന് അനുഗ്രഹമായി തീർന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ മുമ്പേ ഹന്നയ്ക്ക് ആദ്യമേ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ ഭവനത്തിലിരുന്നതിന് ഇത് ആരും അറിയപ്പെടുകയില്ലായിരുന്നു. ഇന്ന് കാലങ്ങളായിട്ട് ഈ ശമൂവേൽ പ്രവാചകനെ സകലരും അറിയുന്നു. അവരുടെ നാളുകളിൽ മാത്രമല്ല, ഇന്ന് വരെയും ശമൂവേൽ പ്രവാചകനെ വിശ്വസ്ത പ്രവാചകനായിട്ട് നാം എണ്ണുന്നു. അപ്പം ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ അവരുടെ ഭവനത്തിന് വേണ്ടി മാത്രമല്ല, ദേശത്തിനും കാലാകാലങ്ങളിൽ വരുവാനിരിക്കുന്ന നമുക്കും എല്ലാം അനുഗ്രഹമായി തീരത്തക്കണം ഇങ്ങനൊരു വിശ്വസ്ത പ്രവാചകൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഹന്നയുടെ ജീവിതത്തിൽ അല്പം താമസം കടന്നു വന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാലതാമസങ്ങൾ പല വിഷയങ്ങളും നേരിടുമ്പോൾ നമ്മളും വളരെയധികം ഭാരപ്പെടുകയും ഇതുപോലെ കരഞ്ഞ് പട്ടിണി കിടക്കുന്ന അനുഭവങ്ങളും സങ്കടപ്പെടുന്ന അനുഭവവും ദൈവത്തോട് പരാതി പറയുന്ന അനുഭവം ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഹന്നയുടെ അനുഭവത്തിൽ നമ്മൾ നോക്കുമ്പം ഒരു വിശ്വസ്ത പ്രവാചകനെ ദേശങ്ങളിലേക്ക് അയക്കുവാൻ, ഭവനത്തിന് മാത്രമല്ല ദേശത്തിനൊരു നന്മ അയക്കുവാനും ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഹന്നയുടെ ജീവിതത്തിൽ അല്പം താമസം വന്നത്. നമ്മുടെ ജീവിതത്തിലും നന്മകൾക്ക് അല്പം താമസം വരുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, ഇത് നിനക്ക് മാത്രം ഒരു നന്മയ്ക്കായിട്ടല്ല, അത് അനേകർക്ക് ആശ്വാസത്തിനും നന്മയ്ക്കുമായിട്ടാണ് ഈ നന്മ വരേണ്ടത്. അതുകൊണ്ടാണ് അല്പം താമസം വരുന്നത്. അപ്പോൾ അതിന് പിറകിൽ ഒത്തിരി കരച്ചിലും പ്രാർത്ഥനകളും ദൈവസന്നിധിയോട് കൂടുതൽ അടുക്കുന്ന അനുഭവങ്ങളൊക്കെ ഹന്നയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. എങ്കിലും പലപ്പോഴും നമുക്കിത് ഗ്രഹിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ നന്മ ഇത്ര വൈകുന്നത്? മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവർക്ക് എത്ര പെട്ടെന്ന് ദൈവമേ നന്മകൾ ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ എന്താണ് നന്മയ്ക്ക് ഇത്ര താമസം? എന്നാൽ പെട്ടെന്ന് ലഭിച്ച ആ നന്മകളൊന്നും പേരുപോലും പറഞ്ഞു കേൾക്കുന്നില്ല, നമ്മൾ ആരും അറിയുന്നുമില്ല. എന്നാൽ ശമൂവേൽ എന്ന ബാലൻ ദൈവത്തിന് വേണ്ടി ദൈവം ഈ ഹന്ന നിവേദിച്ചതുകൊണ്ട്, നീണ്ട കാലങ്ങൾക്ക് ശേഷം ലഭിച്ചതുകൊണ്ട് വിശ്വസ്ത പ്രവാചകനായി എണ്ണപ്പെടുകയും ഇന്നുള്ളതുപോലെ നമ്മളെല്ലാം അറിയുകയും ചെയ്യുന്നു. ഇങ്ങനൊരു വിഷയത്തിന് വേണ്ടിയാണ് ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ വിഷയത്തിൽ അല്പം താമസം വയ്ക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ഇന്നിപ്പം ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടണ്ട. ഒരു വിഷയത്തിനും എന്താണ് ഭാരപ്പെടണ്ട, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ദൈവം അതൊരു നന്മയ്ക്കായിട്ട് തീർക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.